ഇലക്ട്രിക് സ്കൂട്ടറിനെ കുറിച്ചിട്ട് പലരും പല അഭിപ്രായങ്ങളാണ് നിലവിൽ പറയുന്നത്. ഞാൻ ഈ വാഹനം വാങ്ങിച്ചിട്ട് 3.5 വർഷമായി. 64,000 കിലോമീറ്റർ സഞ്ചരിച്ചു. അപ്പോൾ അതിൻ്റെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ എടുത്തപ്പോഴത്തേക്കും 3 വർഷം വാറണ്ടിയും 50,000 കിലോമീറ്ററുമായിരുന്നു ഇതിന് വാറണ്ടി അവർ പറഞ്ഞിരുന്നത്. ഓൾറെഡി വാറണ്ടി പീരീഡൊക്കെ കഴിഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 50,000 കിലോമീറ്റർ ഓടിയപ്പോൾ തന്നെ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കാര്യം വണ്ടി നമ്മൾ സൂക്ഷിക്കുന്നത് പോലെ തന്നെ പുതുപുത്തനായിട്ട് നമ്മളെ കൂടെ ഇരിക്കും എന്നുള്ളതാണ് ഈ വണ്ടി. കണ്ടില്ലേ, ഒരു 6 മാസം കൂടെ കഴിയുമ്പോഴത്തേക്കും ഇത് ശരിക്കും 4 വർഷമാകുകയാണ് ഈ വണ്ടി. ഇലക്ട്രിക് വാഹനം ഓടിച്ചിട്ടുള്ളവരുടെ അടുത്ത് ചോദിച്ചാൽ ഒരുപക്ഷെ അവരൊരു കാര്യം പറയും. കാര്യം കയ്യിൽ 5 പൈസ ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ ഇലക്ട്രിക് സ്കൂട്ടർ തരും എന്നുള്ളതാണ്. കാര്യം എന്ന് വെച്ചാൽ കറണ്ട് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണം പോകാം. അത് തന്നെയാണ് ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കുന്നതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കാണുന്നത്. എന്നോട് ആരെങ്കിലും ഇലക്ട്രിക് സ്കൂട്ടറിനെ കുറിച്ചിട്ട് ചോദിച്ചാൽ ഞാൻ നല്ലതേ പറയത്തുള്ളൂ. കാരണം 3.5 വർഷത്തെ ഈ വാഹനം ഓടിച്ചതിന് എനിക്ക് വളരെയേറെ സന്തോഷവും സംതൃപ്തിയാണ് കിട്ടിയിരിക്കുന്നത്. കാര്യം എൻ്റെ മകനെ ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ കൊണ്ടുപോകുന്ന ഒരു 25 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പോൾ റെഗുലറായിട്ട് പോയിട്ട് വരുമ്പോൾ തന്നെ 50 കിലോമീറ്റർ ഓടും. പിന്നെ അവിടെ ഇവിടെ മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം അവിടെ ഓടുമ്പോഴത്തേക്ക് ഒരു 30 കിലോമീറ്റർ, ഏകദേശം 80 കിലോമീറ്റർ ശരാശരി ഞാൻ ഓടുന്നുണ്ട്. അപ്പോൾ പെട്രോൾ അടിക്കുകയാണെങ്കിൽ ഡെയിലി ഒരു 150-200 വരെ പെട്രോൾ അടിക്കേണ്ടതിന് പകരമാണ് വീട്ടിൽ കറണ്ട് ബില്ല് വളരെ കുറവാണ് വരുന്നത്. പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. 2 മാസം കൂടുമ്പോഴത്തേക്ക് 500 രൂപയിൽ താഴെ അല്ലെങ്കിൽ 600 രൂപ ഒക്കെ തന്നെയാണ് വരുന്നത്. അതിനപ്പുറത്തുള്ള ബില്ല് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അത്രയൊക്കെ തന്നെയാണ് വരുന്നത്. ടി വി എസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കുന്നതുകൊണ്ട് മറ്റ് ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്ക് വരാൻ പോകുന്നില്ല. അതിന് കറക്റ്റ് അവർ പറഞ്ഞ വാറണ്ടി പീരീഡിനുള്ളിൽ നമ്മൾ ആ കിലോമീറ്റർ ഓടുകയാണെങ്കിൽ നമ്മുടെ പൈസ വസൂലാവും. പിന്നെ എന്തായാലും ഒരു സാധാരണ എല്ലാം 3-3.5 വർഷത്തേക്കൊക്കെ ആണല്ലോ, 1 വർഷം 2 വർഷമൊക്കെയാണ് നമ്മൾ ഏത് പ്രോഡക്റ്റ് വാങ്ങിച്ചാലും ഒരു വാറണ്ടി പറയുന്നത്. എന്ന് കരുതി 3 വർഷം കഴിയുമ്പോൾ അവസാനിച്ചു പോകുന്ന നശിച്ചു പോകുന്ന പ്രോഡക്റ്റുകളല്ലല്ലോ മാർക്കറ്റിലോട്ട് വരുന്നത്. ആ ഒരു വിശ്വാസം കാത്തു സൂക്ഷിക്കുക. അല്പമെങ്കിലും നമുക്കൊരു 30-35 കിലോമീറ്ററെങ്കിലും ഒരു ദിവസം ശരാശരി ഓടാനുണ്ടെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തെന്ന് പറഞ്ഞിട്ട് മറ്റ് ചിലവുകളോ നഷ്ടങ്ങളോ ഒന്നും വരാൻ പോകുന്നില്ല. സർവീസ് കോസ്റ്റ് വന്നിട്ട് ഇതിനകത്ത് ഞാനിപ്പോൾ 16 സർവീസ് ചെയ്തു. കാര്യം 3,500-4,000 കിലോമീറ്ററിനുള്ളിലാണ് ഒരു സർവീസ് ചെയ്യേണ്ടത്. ഇപ്പോൾ 64,000 കിലോമീറ്റർ ആയ സ്ഥിതിക്ക് ഈ 16 സർവീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. 3,500 കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് ഇൻഡിക്കേഷൻ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുകയാണെങ്കിൽ ഒരു സർവീസിന് അവർ ചാർജ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 540 രൂപയാണ്. പിന്നെ ടയർ 2 പ്രാവശ്യം ഞാൻ മാറിയിട്ടുണ്ട്. വേറൊരു കമ്പനിയുടെ ടയറാണ് വാങ്ങിച്ചത്. നമ്മൾ ടയർ നമുക്ക് ഇഷ്ടമുള്ള കമ്പനിക്ക് മാറ്റാം. ഇതൊക്കെയാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ അഭിപ്രായം കൂടെ കേട്ടിട്ട് വാഹനം എടുക്കുകയോ സ്വന്തമാക്കുകയോ എന്തുവേണോ ചെയ്യാം. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്.